വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിനകത്ത് മാത്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, if the greatest common divisor of two numbers a and b is 10, which of the following equations has integer solution x, y? അതായത് ഇഫ് ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസേഴ്സ് ഓഫ് ടു നമ്പേഴ്സ്, അതായത് നമ്മുടെ കയ്യിൽ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, എയും ബിയും. ഈ എയും ബിയിലും ഏറ്റവും ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അതായത് ജി സി ഡി, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ മീൻസ് ജി സി ഡി അല്ലെ. ജി സി ഡി ഓഫ് എ ബി എന്ന് പറയുന്നത് എന്താണ്? ദ ജി സി ഡി ഓഫ് ടു നമ്പേഴ്സ് ആൻഡ് ബി 10, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇക്വേഷൻസ് ഹാസ് ഇന്റിജർ സൊല്യൂഷൻ എക്സ് വൈ. ഇന്റിജർ സൊല്യൂഷൻ എക്സ് വൈ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ആക്ച്വലി നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റിയുടെ പേരെന്ന് പറയുന്നത് ബെസൗട്ട്സ് ഐഡന്റിറ്റി എന്നാണ് പറയുന്നത്. ആ ബെസൗട്ട്സ് ഐഡന്റിറ്റി അപ്ലൈ ചെയ്താണ് നമ്മൾ എന്ത് പറയുന്നത്, ഇത് പറയുന്നത്. എങ്ങനെയാ നമ്മൾ നോക്കുന്നത് വെച്ചാൽ, വളരെ ഈസിയിൽ നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടെത്താം. ഈസിയിൽ ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞാല് 2 10 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല. അല്ലെ? 5 കൊണ്ട് ഡിവിസിബിൾ ആണോ? അല്ല. 15 അല്ല. 20 ആണ് അല്ലെ? അപ്പോ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഓപ്ഷൻ, അതായത് ഇത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ 10 ആണെങ്കിൽ ഇതിന്റെ RHS എന്ന് പറയുന്നത് എന്തായിരിക്കണം? 10ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോ ഫ്രം ദാറ്റ് ഇറ്റ്സെൽഫ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിനകത്ത് എയും ബിയും സിയും സിയും എല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാം. അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോ ഇത് നമ്മൾ പറയുന്നത് ബെസേർട്സ് ഐഡന്റിറ്റി വെച്ചിട്ടാണ്. എ ലീനിയർ ഡിയോഫെന്റൻ ഇക്വേഷൻ ഓഫ് ദി ഫോം. എന്താ ഈ ഡിയോഫെന്റൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എന്താണ്? സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് ജി സി ഡി എന്ന് പറയുമ്പോഴത്തേക്കും ബെസേർട്സ് ഐഡന്റിറ്റി പറയുന്നത് എന്താന്ന് വെച്ചാല്, for any two integers a and b, there exists integers such that ax plus by equal to d എന്നുള്ള രീതിയിൽ ax plus by is equal to d എന്നുള്ള ഫോമിൽ വരുന്നെങ്കിൽ d is the greatest common divisor of a and b. ദിസ് തിയറം എസ്റ്റാബ്ലിഷ്. അതായത് എയും ബിയും ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു നമ്പർ ആയിരിക്കും ആരെന്ന് പറയുന്നത്? ഡി എന്ന് പറയുന്നത്. അപ്പൊ ഡി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ ആൻഡ് ബി എന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയുന്നുണ്ട്? ഇവിടെ ജി സി ഡി 10 എന്ന് പറയുമ്പോ നമുക്ക് പറയാം 10ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ 20 മാത്രമേ എന്തുള്ളൂ? 10ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളൂ. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. അപ്പൊ ബെസൗട്ട്സ് ഐഡന്റിറ്റി പറയുന്നത് എന്താന്ന് വെച്ചാൽ എന്താണ്? If a and b are two integers, a and b എന്ന് പറയുന്ന രണ്ട് integers ആണെന്നുണ്ടെങ്കിൽ and d is the greatest common divisor of d, then we can able to say that ax plus by is equal to d എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് this is establish a connection between the GCD of two numbers and their linear combination. അതിനെയാണ്. അപ്പൊ ഈ ബെസൗട്ട്സ് ഐഡന്റിറ്റി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വേറെ ഒന്നും വേണ്ട. എന്താണ് 10 എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ നോക്കേണ്ടത് അതിന്റെ മൾട്ടിപ്പിൾ ഇവിടെ എവിടെ വരുന്നു എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇനി ഇതേ പറയുന്ന ലീനിയർ ഡിയോഫെന്റൻ ഇക്വേഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, എ ബി സി 3 ഇതാണ്. അതിനെന്ത് ചെയ്യാൻ പറ്റും? ലീനിയർ കോമ്പിനേഷൻ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റുമെങ്കിൽ ഈ സി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് എ ആൻഡ് ബി വിച്ച് ഡിവൈഡ് സി. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നത്. ഇപ്പൊ ലീനിയർ ഡിയോഫെന്റൻ ഇക്വേഷനും ബെസേർട്സ് ഐഡന്റിറ്റിയും വെച്ചിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. Then the next question, the remainder in the division of the polynomial 2x raised to 5 minus 3x raised to 4 minus 12x cube plus 7x square minus 4x plus 10 by x minus 1. x minus 1 കൊണ്ട് ഈ ഒരു പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്ത് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഒരു പോളിനോമിയൽ പി ഓഫ് എക്സിനെ എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ഓഫ് എ ആയിരിക്കും റിമൈൻഡർ. പി ഓഫ് എ ആയിരിക്കും റിമൈൻഡർ. ഇതിനെ നമ്മൾ പറയും റിമൈൻഡർ തിയറം എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ പറയുന്ന പേരെന്താണ്? റിമൈൻഡർ തിയറം. പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിനെ എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ദ റിമൈൻഡർ ഈസ് പി ഓഫ് എ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? 2x raised to 5
minus 3x raised to 4 minus 12x cube plus 7x square minus 4x plus 10 ഇതാണ് അല്ലെ. അപ്പൊ എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 1 ഈക്വൽ ടു 0, അതായത് എക്സിന്റെ വാല്യൂ നമ്മൾ എന്ത് കൊടുക്കണം, 1 കൊടുക്കണം അല്ലെ. അപ്പൊ പി ഓഫ് 1 നമ്മൾ കണ്ടുപിടിക്കുക. 2 into 1 raised to 5 minus 3 into 1 raised to 4 minus 12 into 1 cube plus 7 into 1 square minus 4 into 1 plus 10. എക്സ് ഉള്ളിടത്തെല്ലാം കൊടുത്തു അല്ലെ. അപ്പൊ ആൻസർ എന്ത് വരും? 2 into 1 raised to 2 തന്നെ. 2 minus 3 minus 12 plus 7 minus 4 plus 10 അല്ലെ. അപ്പൊ ഇതെല്ലാം കൂടി ചെയ്യുമ്പോ എന്ത് കിട്ടും നമ്മൾ നോക്കുക. 2 plus 7 9, 9 plus 10 19 അല്ലെ. 19 minus 12 in plus 3 15, 15 plus 4 19. So 19 minus 19, our answer is 0. അപ്പൊ എന്താണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? റിമൈൻഡർ 0 ആണ്. അപ്പൊ ഇത് വരുന്നത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്? റിമൈൻഡർ തിയറം ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ. ദ റിമൈൻഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് വെൻ പി ഓഫ് എക്സ് ഇസ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ, അതിന് വരെ നമ്മൾ എന്തായിരിക്കുന്ന പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഇസ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ, ദെൻ ദ റിമൈൻഡർ ഈസ് എഫ് ഓഫ് എ. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തേക്കുന്നത്. Then next question, the roots of a quadratic equation ax square plus bx plus c is equal to 0 are 3 plus root 2 and 3 minus root 2. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ രണ്ട് റൂട്ട്സ് ആണ് ഏതെന്ന് പറയുന്നത്. ഒന്ന് 3 plus root 2, മറ്റൊന്ന് 3 minus root 2. Then what is the value of c by a? അത് നമ്മള് റൂട്ട്സും കോയിഫിഷ്യൻസും തമ്മിൽ ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ റൂട്ട്സ് ആൻഡ് കോയിഫിഷ്യൻസ്. അതായത് ഇപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വലില് സം ഓഫ് ദി റൂട്ട്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ മൈനസ് ബി ബൈ എക്ക് ഈക്വൽ ആയിരിക്കും. അതായത് നമ്മുടെ കോയിഫിഷ്യന്റ് ഈക്വൽ ആയിരിക്കും. അതുപോലെ പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? സി ബൈ എക്ക് ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് എന്താണ്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കോയിഫിഷ്യന്റ് ആൻഡ് ദ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പൊ എന്താണ്? ഇഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് ax square plus bx plus c is equal to 0, then the sum of the roots is minus b by a, അതായത് coefficient of x divided by coefficient of x square, and the product of roots is the constant term divided by കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനില് നമുക്ക് പറയുന്നുണ്ട് സി ബൈ എ ഇറ്റ്സ് ദ പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് അല്ലെ. നമ്മളോട് ചോദിച്ചേക്കുന്നത് അത് കണ്ടുപിടിക്കാനല്ലേ. അപ്പൊ നമുക്ക് റൂട്ട്സ് 3 plus root 2 3 minus root 2 തന്നിട്ടുണ്ട്. അപ്പൊ പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എന്ന് പറയുന്നത് എന്താ? 3 plus root 2 into 3 minus root 2 അല്ലെ. അപ്പൊ നോക്കി, ഒരു സൈന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലെ. നമുക്ക് അവിടെ എന്ത് അപ്ലൈ ചെയ്യാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 3 സ്ക്വയർ മൈനസ് റൂട്ട് 2ന്റെ സ്ക്വയർ എഴുതാം. 3 സ്ക്വയർ 9 മൈനസ് റൂട്ട് 2ന്റെ സ്ക്വയർ എന്താ? 2 അല്ലെ. റൂട്ട് 2ന്റെ സ്ക്വയർ എന്താണ്? 2 ആണ്. റൂട്ട് 2ന്റെ സ്ക്വയർ 2 ആണ് അല്ലെ. അപ്പൊ സോ 9 minus 2 7 ഈസ് അവർ ആൻസർ. പക്ഷെ ഇതിനകത്ത് കൊടുത്തേക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ അവിടുത്തെ എന്താണ് ഒരു തെറ്റ് പറ്റിയതാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. ബട്ട് നമ്മുടെ ആ ഒരു ആൻസർ ഈ ഓപ്ഷനിലേ ഇല്ല. ബട്ട് അവർ ആൻസർ ഈ സി ബൈ എ ഇസ് ഈക്വൽ ടു 7. നമ്മുടെ ആൻസർ എന്താണ്? സി ബൈ എ എന്ന് പറയുന്നത് 7 ആണ് ആൻസർ. അത് നമ്മുടെ ഓപ്ഷനിലേ ഇല്ലാതെ എന്താണ് കേട്ടോ. അപ്പൊ ഇത് കണ്ടുപിടിക്കുന്നത് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഓഫ് ദ റൂട്ട്സ് ആൻഡ് ദ കോയിഫിഷ്യന്റ്, റൂട്ട്സ് കോയിഫിഷ്യന്റും തമ്മിലുള്ള കണ്ടീഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. Then next question, the number of solutions of the system of the equations 2x plus 3y equal to 5, 7x plus 4y equal to 10 is. അതായത് രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതായത് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. മോർ ദാൻ വൺ ഇക്വേഷൻ എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമുക്കിവിടെ രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇതിന്റെ നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. a1x plus b1y equal to c1 ഉം a2x plus b2y plus equal to c2 ആണെന്നുണ്ടെങ്കിൽ, രണ്ട് ഇക്വേഷൻ ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓരോന്നിന്റെ റേഷ്യോ എടുത്താൽ a1 by a2, b1 by b2,
C1/C2 ഇങ്ങനെ ഓരോന്നിന്റെയും റേഷ്യോ എടുക്കുവാണെങ്കിൽ ഇതിന്റെ കമ്പാരിസൺ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, എത്ര സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റും. അതാണ് ഇവിടെ കിടക്കുന്നത്. ഇഫ് A1/A2 നോട്ട് ഈക്വൽ ടു B1/B2 ആണെങ്കിൽ, A1/A2 B1/B2 നോട്ട് ഈക്വൽ ആണെങ്കിൽ only one സൊല്യൂഷൻ, യുണീക് സൊല്യൂഷൻ ഇടും. അതിനെ ഇൻ കേസ് ഗ്രാഫിന്റെ റെപ്രസെന്റൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ലൈൻസ് എന്താണ്, ഇന്റർസെക്ട് ചെയ്യും. ലൈൻസ് എന്താണെന്ന് പറയാം, ഇന്റർസെക്ട് ചെയ്യും എന്ന് പറയാം. അപ്പൊ A1/A2 നോട്ട് ഈക്വൽ ടു B1/B2 ആണെങ്കിൽ യുണീക് സൊല്യൂഷൻ ആയിരിക്കും. A1/A2 ഈക്വൽ ടു B1/B2 നോട്ട് ഈക്വൽ ടു C1/C2 ആണെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാകില്ല, നോ സൊല്യൂഷൻ. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ മീൻസ് ഇറ്റ് ഈസ് പാരലൽ ലൈൻസ്, പാരലൽ ലൈൻസ് ആണ്. അടുത്തെന്ന് പറയുന്നത് എന്താ, A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1/C2 ആണെങ്കിൽ, എല്ലാം ഈക്വൽ ആണെങ്കിൽ എന്താണ്, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. 3 ഇതാണെന്നുണ്ടെങ്കിൽ A1/A2 നോട്ട് ഈക്വൽ ടു B1/B2 ആണെങ്കിൽ യുണീക് സൊല്യൂഷൻ. A1/A2 ഈക്വൽ ടു B1/B2 ആണെങ്കിൽ നമ്മൾ C1/C2 കൂടെ നോക്കണം. ഇത് 3ഉം ഈക്വൽ ആണെങ്കിൽ ഇൻഫിനിറ്റ് മെനി സൊല്യൂഷൻ. അതേസമയം A1/A2 ഈക്വൽ ടു B1/B2 ബട്ട് നോട്ട് ഈക്വൽ ടു C1/C2 ആണെങ്കിൽ നോ സൊല്യൂഷൻ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇവിടത്തെ കണ്ടുപിടിച്ച് നോക്കാം. A1/A2 എന്ന് പറയുമ്പോൾ എന്താണ്, എക്സിന്റെ കോയിഫിഷ്യന്റ് അല്ലെ, അതായത് 2/7. എക്സിന്റെ കോയിഫിഷ്യന്റ് എന്താണ്, 2/7. അടുത്ത എന്താ, 3/4. അടുത്ത എന്താ, 5/10. 5/10 എന്ന് പറഞ്ഞാൽ എന്താ, 1/2. ഇത് ഈക്വൽ ആണോ, ആദ്യത്തെ രണ്ടും നോക്കിയാൽ മതി അല്ലെ, അത് രണ്ടും നോട്ട് ഈക്വൽ ആണ്. അപ്പൊ ആദ്യത്തെ തന്നെ നോട്ട് ഈക്വൽ ആകുമ്പോ എന്താണ്, യുണീക് സൊല്യൂഷൻ ആണ് അല്ലെ. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു 1. ഒരു സൊല്യൂഷൻ ആണ്. അതെന്താണ്, ലൈൻസ് ഇന്റർസെക്ടിങ്. ഗ്രാഫിക്കലാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാന്നു, ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന പറയായിരുന്നു അല്ലെ. അപ്പൊ ഇവിടത്തെ ആൻസർ എന്താണ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇപ്പൊ നമ്പർ ഓഫ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, അതായത് ഗ്രൂപ്പ് ഓഫ് ഇക്വേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ A1/A2 കണ്ടുപിടിക്കണം, B1/B2 അതായത് കോയിഫിഷ്യൻസിന്റെ റേഷ്യോസ് നമ്മൾ എടുക്കണം, C1/C2 എടുക്കണം. A1/A2 നോട്ട് ഈക്വൽ ടു B1/B2 ആണെങ്കിൽ യുണീക് സൊല്യൂഷൻ. A1/A2 ഈക്വൽ ടു B1/B2 നോട്ട് ഈക്വൽ ടു C1/C2 ആണെങ്കിൽ നോ സൊല്യൂഷൻ. A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1/C2 ആണെങ്കിൽ ഇൻഫിനിറ്റ്ലി നമ്പർ ഓഫ് സൊല്യൂഷൻ. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ 2/7 3/4 ആണ് വരുന്നത്, നോട്ട് ഈക്വൽ ആണ്, അതുകൊണ്ട് യുണീക് സൊല്യൂഷൻ ആണ്. ദാറ്റ് മീൻസ് only one solution. So our answer is option C. Then next question number 5. The value of y in the system of equations. രണ്ട് ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്, അതിനകത്ത് y യുടെ വാല്യൂ രണ്ടും കൂടെ സോൾവ് ചെയ്താൽ പോരേടെ. അപ്പൊ രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഒന്ന് 3x plus 5y equal to 9, our first equation, and second equation is 5x plus 3y equal to -1. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇതിനകത്ത് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, എലിമിനേഷൻ മെത്തേഡ് ആണ്. അതായത് ഏതെങ്കിലും ഒരു കോയിഫിഷ്യന്റ് എന്ത് ചെയ്യുക, ഈക്വൽ ആക്കുക. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഫസ്റ്റ് ഇക്വേഷന്റെ കോയിഫിഷ്യൻ 3യും സെക്കൻഡ് ഇക്വേഷന്റെ കോയിഫിഷ്യൻ 5 ആണല്ലേ, അത് മുകളിലും താഴോട്ടും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ ആദ്യത്തെ ഇക്വേഷനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പോ 5 into 3 15x plus 5 into 5 25y equal to 9 into 5 45. അടുത്തത് ചെയ്തപ്പോ എന്തായിരുന്നു, 5 into 3 15x plus 9y is equal to -3. ഇപ്പൊ രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താലോ എന്ത് ചെയ്യും, ഇതങ്ങ് പോകും അല്ലെ. അതായത് 25 minus 9 16y is equal to 45 plus 3 വരും അല്ലെ, അതായത് 48 വരും. 16y equal to 48. So y is equal to എന്ത് വരും, y equal to 48/16 എന്ന് വരും ഇല്ലേ. y equal to 48/16 എന്ന് വരും. അതായത് 16 into 3 ആണ് 48. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് what is the value of y ആണ് അല്ലെ. സോ ദ വാല്യൂ ഓഫ് y ഈസ് ഓപ്ഷൻ D 3 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ നമുക്ക് ഏതാണ് വേണ്ടുന്നത് ആ ഒരു ഇതിനെ മാത്രം നമ്മുടെ മുൻകൈയിൽ നോക്കിക്കൊണ്ട് മറ്റേനെ നമ്മൾ എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്ത് കളയുക. അപ്പൊ ഇതാണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ D. ഓക്കെ ആണല്ലോ. നൗ ദ നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 6. എന്താ, ഗിവൺ 2 അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ്, രണ്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നിട്ടുണ്ട്, 13 18 23 ആൻഡ് എക്സെട്ര, ആൻഡ് -1 4 9 എക്സെട്ര. അപ്പൊ രണ്ടെണ്ണം നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട്.
ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 13, 18, 23 എക്സെട്ര ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് -1, 4, 9 എക്സെട്ര ആണ്. ഈ തേർഡ് സീക്വൻസ് ഈസ് ഫോംഡ് അപ്പ് ബൈ സമ്മിങ് അപ്പ് ദ കറസ്പോണ്ടിങ് ടേംസ് ഓഫ് ദീസ് പ്രോഗ്രഷൻസ്. അതായത് ഫസ്റ്റ് ടേംസ് ആഡ് ചെയ്യുക, സെക്കൻഡ് ടേംസ് ആഡ് ചെയ്യുക, തേർഡ് ടേംസ് ആഡ് ചെയ്യുക, അങ്ങനെ നമ്മൾ ഒരു പ്രോഗ്രഷൻ ഫോം ചെയ്യുന്നു. അങ്ങനെ ഒരു പ്രോഗ്രഷൻ നമുക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും 13 - 1 12 ആണല്ലോ. 18 + 4 19 20 21 22 ആണല്ലോ. അടുത്തത് എന്താ 23 + 9 എത്ര വരും? 32 വരും അല്ലേ? ആണല്ലോ. ഓക്കെ, അങ്ങനെ പോകും. ഈ ഒരു സീക്വൻസ് ആണ് നമ്മൾ തേർഡ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ് വൺ ആണല്ലോ. രണ്ടെണ്ണമായി. വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് ഇസ് എ ടേം ഓഫ് ദി തേർഡ് സീക്വൻസ്? തേർഡ് സീക്വൻസിന്റെ നമ്പർ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടല്ലേ? 5⁵5 12⁵5 എന്നൊക്കെ പറഞ്ഞ് വരുന്നല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല്, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ത് ടേം കണ്ടുപിടിക്കാം. രണ്ടെണ്ണത്തിന്റെ എന്ത് ടേം. ഇപ്പൊ എന്ത് ടേം കണ്ടുപിടിക്കുമ്പോ നമുക്ക് അതിൽ നിന്നൊരു റിലേഷൻ ഫോം ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ 13, 18, 23 എക്സെട്ര എന്നുള്ള സീരീസ് വെച്ചിട്ട് അതിന്റെ എന്ത് ടേം കണ്ടുപിടിക്കുവാണ്, ഏത് ഫോം ആണെന്ന്. a+n-1 ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടത്തെ? 18 - 13 5 അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? 13 + 5n - 5. 13 - 5 എത്രയാണ്? 7 + 5n അല്ലെ. ആണോ? അപ്പോ എന്ത് വന്നു? 5n + 8. 5n + 8 വന്നു. ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? സെക്കൻഡ് എടുക്കാം. ഏതൊക്കെയാ? -1 4 9 എക്സെട്ര. ഇവിടത്തെ എന്ത് ടേം? അപ്പൊ എന്ത് ടേം കണ്ടുപിടിക്കണം? ഫോർമുല എല്ലാവർക്കും അറിയാലോ. എന്താ എന്ത് ടേം കണ്ടുപിടിക്കാൻ? a+n - 1 ഇൻറ്റു d. a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. അപ്പൊ ഇവിടത്തെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ -1 + n - 1, n നമുക്ക് അറിയില്ല, ഇൻറ്റു d. d എന്ന് പറയുന്നത് എത്രയാണ്? 4 - -1. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. 4 - -1 4 + 1 5 വരും അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? -1 + 5n - 5 എന്ന് വരും അല്ലെ. അതായത് 5n - 6 എന്ന് വരും. അപ്പൊ ഇതാണ് ആക്ച്വലി ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും കോമൺ എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ എന്ത് ടേം രണ്ടെണ്ണം നമ്മൾ കണ്ടുപിടിച്ചു. ഫസ്റ്റ് എപിയുടെ എന്ത് ടേം കണ്ടുപിടിച്ചു, സെക്കൻഡിന്റെ എപിയുടെ അത് കണ്ടുപിടിച്ചു. 5n + 8ഉം അടുത്തത് 5n - 6ഉം. ഇനി ഇതിന്റെ സമ്മം എന്ന് പറഞ്ഞാൽ ഈ രണ്ടിന്റെ എന്ത് ടേംസ് നമുക്ക് ആഡ് ചെയ്താൽ 5n + 8 = 5n - 6 എന്ന് വന്നു അല്ലെ. അപ്പൊ 5n + 8 + 5n - 6 10n + 2 ഇതാണ് ഫോം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെയല്ലേ. ആഡ് ചെയ്തപ്പോ എന്ത് വന്നു? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോ ഇത് 12 വന്നു. ഇത് എത്ര വന്നു? 22 വന്നു. ഇത് എത്ര വന്നു? 32 വന്നു അല്ലെ. അതായത് 10 + 2 20 + 2 30 + 2 എന്നുള്ള ഒരു ഫോർമാറ്റിലാണ് വന്നത് അല്ലെ. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യാൻ പറഞ്ഞത്? ഈ എന്ത് ടേം കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞത്. അപ്പൊ എന്ത് ടേം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതെന്താണ് 10n + 2 എന്നുള്ള ഫോമിലാണ് അത് വന്നേന്ന് പറഞ്ഞു അല്ലെ. ഒരു 10ന്റെ മൾട്ടിപ്പിളും അതിന്റെ കൂടെ എന്തുണ്ട്? ഒരു +2 ഉണ്ട്. അപ്പൊ ഇതിനകത്ത് 5⁵5 അല്ലെ. ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് നോക്കാം. 5⁵5 ends in 5 ആണ്. 10⁵5 ends in 0 ആണ് അല്ലെ. കാരണം 5നെ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കറിയാം വൺസ് പ്ലേസ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. 10⁵5 വരുന്നത് വൺസ് പ്ലേസ് 0 ആയിരിക്കും. 11⁵5ലും വൺസ് പ്ലേസിൽ എന്തായിരിക്കും? 1 ആയിരിക്കും. 12⁵5ലോ 2⁵5 അല്ലേ വരുന്നത്. 2⁵5 എന്ന് പറഞ്ഞാൽ എന്താ? 32 വരും അല്ലെ. 2 2 2 4 2 8 2 16 2 32. അതായത് വൺസ് പ്ലേസിൽ വരുന്നത് ആരാ? ഈ 2 ആണല്ലേ വൺസ് പ്ലേസിൽ വരുന്നത്. അപ്പൊ 12⁵5ലും ends in 2 ആണല്ലേ. അതായത് ഈ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് ആര് മാത്രമാ? ഈ 12⁵5 മാത്രമാണല്ലേ. അതായത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. 12⁵5 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം.
സോ ഫസ്റ്റ് നമുക്ക് ഒരു തേർഡ് സീക്വൻസ് ഫോം ചെയ്യുന്നത് ആദ്യത്തെ രണ്ട് സീക്വൻസ് ആഡ് ചെയ്തിട്ടാണ്. അപ്പൊ 13 - 1 നമുക്ക് നോക്കുമ്പോൾ 12, 22, 32. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, രണ്ടിന്റെയും nth ടേം കണ്ടുപിടിച്ചത് ബൈ യൂസിങ് ദ ഫോർമുല a + n-1 × d വെച്ചിട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ രണ്ടിന്റെയും കണ്ടുപിടിച്ചു, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോ 10n + 2. അപ്പൊ റിമൈൻഡർ എന്ത് വരണം, 2 വരണം. 5⁵5 നോക്കിയപ്പോ എൻസ് പ്ലേസ്, അതായത് ഓപ്ഷൻ വഴിയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. 5⁵5 വരുമ്പോ വൺസ് പ്ലേസിൽ 5 ആണ് വരുന്നത്. 10⁵5 ആകുമ്പോൾ വൺസ് പ്ലേസിൽ 0 ആണ് വരുന്നത്. 1⁵5, 11⁵5 പറയുമ്പോൾ 1 അല്ലേ വൺസ് പ്ലേസ് വരുന്നത്. 12⁵5 എന്ന് പറയുമ്പോൾ 2⁵5 ആണ് അല്ലേ. 2⁵5 വരുമ്പോ 32 ആണ്. സോ വൺസ് പ്ലേസ് വരുന്ന 2 ആണ്. അപ്പൊ 10n + 2, 2 റിമൈൻഡർ ആയിട്ട് ലീവ് ചെയ്യണമെങ്കിൽ ആര് വരണം, 12⁵5 വരണം. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ ബി സി ആർ ദി ക്യൂബ് റൂട്ട്സ് ഓഫ് 1, then the value of a + b + c is. എ ബി സി ആണ് ക്യൂബ് റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ 1ന്റെ ക്യൂബ് റൂട്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. നമ്മൾക്കറിയാം 1 ω² ആർ ദി ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. ഇതാണ് നമുക്ക് ബൈഹേർട്ട് ചെയ്ത് പഠിക്കേണ്ടത്. ഏതൊക്കെയാണ്? 1 ω². 1 എന്ന് പറയുന്ന 1 തന്നെയാണ്. പിന്നെ ഈ ഒമേഗയും ω² എന്താന്ന് ചോദിച്ചാൽ, ഒമേഗ എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ -1 + I√3/2. ഇതാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഒമേഗയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, -1/2 + I√3/2, -1/2 + I√3/2. അതുപോലെ ω² വാല്യൂ എന്ന് പറയുന്നത് -1/2 - I√3/2 എന്നുള്ളതാണ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇത് മൂന്നും അല്ലല്ലേ, 3, ഇത് എ, ഇത് ബി, ഇത് സി, ഇതാണ് 3 എണ്ണം അല്ലെ. 1 ω² ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് നോക്കിയേ എന്ത് വരും. 1 + -1/2 + I√3/2 + -1/2 + I√3/2 അല്ലെ. ഈ 1 -1/2 1 അല്ലേ. അപ്പൊ ഈ 1ഉം ഇത് 3ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. I√3/2 - I√3/2 കൂടെ ക്യാൻസൽ ആവും. സോ അവർ ആൻസർ ഈസ് 0. അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പൊ എന്താ, ദ ക്യൂബ് റൂട്ട്സ് ഓഫ് 1 ആർ 1 ω², where ω = -1/2 + I√3/2, ω² = -1/2 - I√3/2. Now a + b + c is equal to 1 + ω + ω². 1 + 1 ω എന്ന് പറഞ്ഞാൽ എന്താ, -1/2 + I√3/2 + -1/2 - I√3/2. അപ്പൊ എന്താണ്, ഇത് രണ്ടും കൂടെ വെട്ടിപ്പോവും, ഇത് രണ്ടും കൂടെ വെട്ടിപ്പോവും. അപ്പൊ ആൻസർ എന്ത് വരും, 0 വരും. ഓക്കെ ആണല്ലോ. സോ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആർ 1 ω². Then next question, given that a = √5 - √7, b = √5 + √7, then what is the value of a² + b²? എന്താ a² + b² വാല്യൂ? അപ്പൊ നമുക്ക് ആദ്യം a എന്ന് പറയുന്ന ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, √5 - √7 തന്നിട്ടുണ്ട് അല്ലെ. സോ വാട്ട് ഈസ് a² നമുക്ക് നോക്കിയാലോ. √5 - √7 സ്ക്വയർ അല്ലെ. എന്താ a - b² എന്ന് പറഞ്ഞാല് a² - 2ab + b² ആണ് അല്ലെ. അപ്പൊ ഇവിടെ എന്തും √5ന്റെ സ്ക്വയർ 5 - 2 × √5 × √7 + √7ന്റെ സ്ക്വയർ, അതായത് 7 വരും. 5 + 7 12 വരും. -2√35 എന്ന് വരും. ഇതാണ് എന്ത് പറയുന്നത്, a² എന്ന് പറഞ്ഞാൽ അല്ലെ. ഇനി അതുപോലെ നമുക്ക് b² കണ്ടുപിടിക്കാം. എന്താ, √5 + √7² അവിടെ എന്ത് അപ്ലൈ ചെയ്യും, a + b² അപ്ലൈ ചെയ്യും അല്ലെ. a² + 2ab + b², അതായത് √5ന്റെ സ്ക്വയർ 5 + 2 × √5 × √7 + √7ന്റെ സ്ക്വയർ 7. 5 + 7 12 + 2√35. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോവില്ലേ. 12 + 12 എത്ര, 24 ആണ് അല്ലെ. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ, 24. എന്താ, a = √5 - √7, അതിന്റെ സ്ക്വയർ എടുത്തു, b² എടുത്തു. അവിടെ എന്താണ്, രണ്ട് ഐഡന്റിറ്റി ആണ് യൂസ് ചെയ്തത്. a - b² സ്ഥാനത്ത് a² - 2ab + b², a + b² സ്ഥാനത്ത് a² + 2ab + b², അപ്ലൈ ചെയ്തത്. എന്നിട്ട് രണ്ടും എഴുതി, ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. 12 + 12 = 24. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ ആണല്ലോ.
Now, next question. Two numbers A and B are in the ratio 3:2. ആണല്ലോ. What is the ratio of the numbers 2a square plus 3b square is and 3a square plus 2b square? അപ്പോ റേഷ്യോ എന്ന് പറയുമ്പോൾ എപ്പോഴും അതിനൊരു കോമൺ നമ്പർ ആണ് അല്ലെ. ഇപ്പൊ A:B ആണ് 3:2 എങ്കിൽ നമുക്ക് പറയാം A എന്ന് പറയുന്നത് 3x B എന്ന് പറയുന്നത് 2x ആണെന്ന് നമുക്ക് പറയാം. പറഞ്ഞൂടെ? നമ്മളോട് പറയുന്നത് what is 2a square plus 3b square is to, what is the ratio of the numbers 2a square plus 3b square is to 3a square plus 2b square. ഇതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ എക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു എന്ന് വെച്ചാൽ 3x the whole square plus 3b square പകരം ഞാൻ എന്ത് കൊടുക്കുന്നു 2x the whole square എന്ന് കൊടുക്കുന്നു. is to 3a square 3 into 3x the whole square plus 2 into 2x the whole square corresponding values അവിടെ കൊടുക്കുന്നു. 2 into 3x square എന്ന് വെച്ചാൽ 9x square plus 3 into 4x square അല്ലെ is to 3 into 3 9 square അല്ലെ 9x square plus 2 into 4x square എന്നുള്ള രീതിയിൽ വന്നു. അപ്പൊ ഇവിടെ നോക്കിയേ 2 into 9 18x square plus 12x square is to അടുത്ത എന്താ 27x square plus 8x square ആണല്ലോ. അപ്പൊ ഇവിടെ 18 plus 12 എന്ന് പറഞ്ഞാൽ എത്ര വരും 30 വരും അല്ലെ. 30x square is to 27 plus 8 എന്ന് പറഞ്ഞാൽ എത്ര വരും 35x square വരും അല്ലെ. അതായത് x square നമുക്കറിയാം റേഷ്യോ എപ്പോഴും അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലായിരിക്കും അല്ലെ. x square ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും 30:35 എന്ന് വരും. ഈ 30ക്കും 35നും കോമൺ ആയിട്ട് ആര് 5 ഉണ്ടല്ലോ. 6 5s are 13, 7 5s are 35. So our answer is option B. 6:7 is the answer. അപ്പൊ വേറെ ഒന്നുമില്ല, എന്താ രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. സോ അവർ ദാറ്റ് ടു നമ്പേഴ്സ് ബി എക്സ് എന്ന് പറഞ്ഞെടുക്കുക 3x 2x എന്നിട്ട് അവിടെ എക്കും ബിയുടെയും പ്ലേസിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. സോ അവർ ആൻസർ ഈസ് 6:7. ക്ലിയർ ആണല്ലോ? കണ്ടോ, അതാണ് എന്നേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ടാങ്ക് ഫിൽസ് എ വാട്ടർ ടാങ്ക് ഇൻ 2 hours. ഒരു വാട്ടർ ടാങ്ക് ഒരു ടാപ്പ് വെച്ച് ഫില്ല് ചെയ്യാൻ വേണ്ടി 2 മണിക്കൂർ എടുക്കും ആണല്ലോ. ഈ ലീക്ക് അറ്റ് ദ ബോട്ടം ഓഫ് ദി ടാങ്ക് empties it in 3 hours. ഒരു ലീക്ക് അതിന്റെ ടാങ്കിന്റെ താഴെ ഉണ്ട്. അത് കാരണം അത് എന്ത് ചെയ്യുന്നു 3 hours കൊണ്ട് അതിന് എന്ത് ചെയ്യുന്നു empty ആക്കുന്നു. Both were open for 1 hour. After that the leak has closed. ലീക്ക് അടച്ചതിന് ശേഷം രണ്ടും എന്ത് ചെയ്യുന്നു തുറന്നിടുന്നു ആണല്ലോ. By what how much time will the tank fill? അതായത് ഒരു ടാപ്പ് ഒരു വാട്ടർ ടാങ്ക് ഫില്ല് ചെയ്യുന്നത് എന്താണ് 2 hours-ലാണ്. ലീക്ക് അറ്റ് ദ ബോട്ടം ഓഫ് ദി ടാങ്ക് empties. ലീക്ക് കാരണം ആ ടാങ്ക് 3 മണിക്കൂർ കൊണ്ട് empty ആവുന്നു. രണ്ടും ലീക്ക് ഓപ്പൺ ചെയ്യുന്നു, ടാപ്പ് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 1 hour ബോത്ത് ആർ ഓപ്പൺ ഫോർ 1 hour. രണ്ടും 1 മണിക്കൂർ വന്ന് എന്നിട്ട് എന്ത് ചെയ്യുന്നു ലീക്ക് ക്ലോസ് ചെയ്യുന്നു. ഹൗ മച്ച് ടൈം വിൽ ദ ടാങ്ക് ഫുൾ? ടാങ്ക് ഫില്ല് ആവാൻ വേണ്ടി എത്ര സമയം എടുക്കുന്നു? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് പറയാം ഒരു ടാങ്ക് എ ടാപ്പ് ക്യാൻ ഫിൽ എ വാട്ടർ ടാങ്ക് ഇൻ 2 hours എന്ന് പറയുമ്പോ 2 hours കൊണ്ട് ഫില്ല് ചെയ്യുന്ന വെച്ചാൽ 1 hour കൊണ്ട് എന്താവും? അതിന്റെ പകുതി ആവും അല്ലെ, 1/2 ആവും അല്ലെ. ആവോ? ടാപ്പ് ക്യാൻ ഫിൽ ദ ടാങ്ക് ഇൻ 2 hours മീൻസ് 1 hour കൊണ്ട് അതിന്റെ പകുതി ആവും, 1/2 ആവും. എ ലീക്ക് ഇൻ ദ ബോട്ടം ടാങ്ക് empties it in 3 hours എന്ന് പറയുമ്പോ 3 hours കൊണ്ട് അത് empty ആവും എന്ന് പറയുമ്പോ 1 hour കൊണ്ട്, അപ്പൊ ഫില്ല് ചെയ്യാൻ 1 മണിക്കൂർ കൊണ്ട് അരയാവും അല്ലെ. അപ്പൊ empty ആവാൻ വേണ്ടിട്ടോ എത്രയാവും? ഒരു 3 മണിക്കൂർ കൊണ്ട് അത് empty ആവും എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് അതിന്റെ 1/3 പോർഷൻ അല്ലേ എടുക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ക്ലിയർ ആയോ? ഒരു ടാപ്പ് വാട്ടർ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ എടുക്കുമെങ്കിൽ 1 hour പകുതി ഫില്ല് ചെയ്യും അല്ലെ, 1/2 എടുക്കും. എന്ത് ചെയ്യാനാണെങ്കിലോ 3 മണിക്കൂർ എടുക്കുമെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് അതിന്റെ 1/3 പോർഷൻ അല്ലേ empty ആവത്തുള്ളൂ ആണോ? അപ്പോ നമ്മളോട് പറയുന്നു ബോത്ത് വർ ഓപ്പൺ, രണ്ടും 1 മണിക്കൂർ ഓപ്പൺ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 മണിക്കൂറിൽ 1/2 ഫില്ല് ചെയ്യും, 1/3 empty ചെയ്യും അല്ലെ. അപ്പൊ നെറ്റ് പാർട്ട് ഫിൽഡ് എത്രയായിരിക്കും 1 മണിക്കൂറിന്റെ കാര്യത്തില്? 1/2 മൈനസ് 1/3 അല്ലെ. 1/2 ഭാഗം ഫില്ല് ചെയ്യുമ്പോൾ 1/3 ഭാഗം പോകുന്നു. 1 മണിക്കൂറിന്റെ കേസാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്ത് വരും?
6 LC ആയിട്ട് വരും. സോ 3 - 2 ദാറ്റ് മീൻസ് 1/6. അപ്പോ 1 മണിക്കൂർ കൊണ്ട് അതിന്റെ ഒരു പാർട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് എത്രയാണ്? 1/6 ആണ്. അപ്പൊ 1 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഒഴിച്ചുകൊണ്ടിരിക്കുന്നു, ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ 1 മണിക്കൂർ കൊണ്ട് അതിന്റെ 1/6 പാർട്ടേ നിറയത്തുള്ളൂ, ആണല്ലോ. സോ ഇൻ 1 hour 1/6 ഓഫ് ദി ടാങ്ക് ഈസ് ഫിൽഡ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ഹൗ മച്ച് ടൈം വിൽ ദ ടാങ്ക് ഫിൽ? കംപ്ലീറ്റ് എത്രയാവും? അപ്പൊ നമ്മളോട് പറയുന്നുണ്ട് ലീക്ക് 1 മണിക്കൂറിന് ശേഷം അതെന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യും. അപ്പോ എത്രയാവുന്നു? 1/6 പാർട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പൊ എത്രയായിരിക്കും ഇനി ഫില്ല് ചെയ്യാനുള്ളത്? മൊത്തത്തിൽ നിന്ന് 1/6 കുറഞ്ഞാൽ എത്ര വരും? 6 - 1/6 ദാറ്റ് മീൻസ് 5/6 പാർട്ട് നമുക്ക് ഇനി ഫില്ല് ചെയ്യാനുണ്ടല്ലേ. അപ്പൊ ഇനി ആ 5/6 പാർട്ട് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം എന്താന്നാണ് ചോദിക്കുന്നത്, അല്ലെ? റിമൈനിങ് പാർട്ട് ബൈ റേറ്റ് അല്ലേ എടുക്കേണ്ടത്. അപ്പൊ നെറ്റ് പാർട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 5/6 ഡിവൈഡഡ് ബൈ 1/2 അല്ലെ. ഇനി ബാക്കി 1 മണിക്കൂറുണ്ട്. അപ്പൊ എന്താണ്? അതിന്റെ 1/2 പാർട്ട് ഫില്ല് ചെയ്യണം, അല്ലെ. അപ്പൊ 5/6 ഇൻറ്റു 2/1 അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആകുമ്പോൾ എന്ത് വരും? 5/3 ടൈം ആണ് എടുക്കുന്നത്. എന്താ ഈ 5/3 എന്ന് പറഞ്ഞാല്? 1 ടൈം 3 അല്ലെ, 2 ആണല്ലോ. അതായത് ഒരു മണിക്കൂറും 2/3 മിനിറ്റും ആണ് എടുക്കുന്നത് എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ 2/3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ഹവറും 2/3 മാറ്റുമ്പോ എന്ത് ചെയ്യും? 60 അല്ലെ. അതായത് ഇത് രണ്ടും കൂടെ വെട്ടിപ്പോകുമ്പോ എന്തെങ്കിലും 20 വരും. അതായത് 1 hour 40 minutes എടുക്കും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ബാക്കി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ആണല്ലോ. അതായത് ഈ 5/6 പാർട്ട് ഫില്ല് ചെയ്യാൻ ഓൾറെഡി നമ്മൾ 1 മണിക്കൂർ കൊണ്ട് 1/6 പാർട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ബാക്കി ഫില്ല് ചെയ്യാൻ എടുക്കുന്നതാണ് 1 hour 40 minutes. അപ്പൊ മൊത്തത്തിൽ എത്ര എടുക്കാൻ സമയം എടുക്കും? ആ നെറ്റ് പാർട്ട് ഫില്ല് ചെയ്ത 1 മണിക്കൂർ കൊണ്ട് 1/6 ഉണ്ടല്ലേ, ആ 1 ഹവറും പിന്നെ ബാക്കിയുള്ള എന്താണ് ഈ 5/6 ഫില്ല് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ് 1 hour 40 minutes എന്ന് പറയുന്നത്. അപ്പൊ 1 + 1 hour 40 minutes. അപ്പൊ 1 മണിക്കൂറും പിന്നെ 1 മണിക്കൂർ 40 മിനിറ്റും കൂടെ ചേർന്നിട്ട് നമ്മുടെ ആൻസർ എത്രയാ? 2 hours 40 minutes is the answer. എന്താണ് ആൻസർ? 2 hours 40 minutes. അപ്പൊ എന്താണ്? ടാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന 2 മണിക്കൂർ. അപ്പൊ 1 മണിക്കൂർ കൊണ്ട് അതിന്റെ പകുതി ഫില്ല് ചെയ്യും. 3 മണിക്കൂർ എടുക്കും അത് എംറ്റി ചെയ്യാൻ. അപ്പൊ 1 മണിക്കൂർ കൊണ്ട് അതിന്റെ 1/3. അപ്പൊ ആ 1 മണിക്കൂറിൽ എത്ര ഫില്ല് ചെയ്യുന്ന വെച്ചാൽ അരഭാഗം ഫില്ല് ചെയ്യും, 1/3 ലീക്ക് ചെയ്യും. 1/2 - 1/3 ദാറ്റ് ഈസ് 1/6 ആണ് കൊടുക്കുന്നത്. ഇനി അപ്പൊ ബാക്കി സമയം കൊണ്ട് എന്ത് ഫില്ല് ചെയ്യും? അതിന്റെ എങ്ങനെ കണ്ടുപിടിക്കും? മൊത്തത്തിൽ ബാക്കി 5/6 പാർട്ട് ഫില്ല് ചെയ്യാനുണ്ട് അല്ലെ. മൊത്തത്തിൽ 1/6 പോയി കഴിഞ്ഞാൽ ബാക്കി 5/6 ഉണ്ട്. 5/6 ബാക്കി അരമണിക്കൂർ കൊണ്ട് ചെയ്യുമല്ലോ, 1/2 പാർട്ട് കൊണ്ട് ചെയ്യും. 5/6 / 1/2 ദാറ്റ് ഈസ് 5/3 മിനിറ്റ്സ് എടുത്താൽ മതി ബാക്കി ചെയ്യാൻ. 5/3 എന്ന് പറയുമ്പോൾ 1 and 2/3 minutes. That means 1 hour and 2/3 minutes. 2/3 minutes എന്ന് പറഞ്ഞാൽ 40 minutes ആണ് അല്ലെ. 2/3 × 60 ചെയ്താൽ മതി. അപ്പൊ 1 hour 60 minutes എടുക്കും ബാക്കി 5/6 പാർട്ട് ഫില്ല് ചെയ്യാൻ. ഓൾറെഡി 1/6 പാർട്ട് 1 മണിക്കൂർ കൊണ്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ ടൈം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ 1 hour + 1 hour 40 minutes. That means 2 hours 40 minutes take that timing. ഓക്കെ ആണോ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. 1/2 ടാങ്ക് ലീക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ 1/3, കമ്പൈൻ റേറ്റ് എന്ന് പറയുന്നത് 1/2 - 1/3. ആഫ്റ്റർ ബോത്ത് ഓപ്പൺ ആകുമ്പോൾ 1/6 ആണ്. റിമൈനിങ് 1 - 1/6 ആണ്. അപ്പൊ ലീക്ക് ക്ലോസ് ചെയ്യുമ്പോൾ റിമൈൻ ചെയ്യുന്ന വെച്ചാൽ 5/6 / 1/2 ആണ്. ദാറ്റ് മീൻസ് 5/3 അവർ ആണ്. അതായത് 1 hour 40 minutes ആണ്. അപ്പൊ അഡീഷണൽ ടൈം എടുക്കുന്നത് 1 hour 40 minutes ആണ്. അപ്പൊ ആദ്യം 1 മണിക്കൂർ എടുത്തു, പിന്നെ 1 hour 40 minutes എടുത്തു. സോ 2 hours 40 minutes is our final answer. Okay ആണല്ലോ. Then next question. A man spends 80% of his salary and gives 5% of the remaining amount for charity. If he is left with him rupees 2,850, find his salary. അതായത് ഒരാള് 80% സാലറി സ്പെൻഡ് ചെയ്തു, 5% എന്തിനു കൊടുക്കുന്നു? ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ഇഫ് ഹി ഈസ് ലെഫ്റ്റ് വിത്ത് ഹിം rupees 2,850 ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നോക്കിയേ, ഒരാളുടെ സാലറി X rupees ആണെന്ന് വിചാരിക്കാം. 80% എന്തിനു ചെയ്യുന്നു? സാലറിക്ക് വരുന്നു. അപ്പൊ 80% ഇൻറ്റു ഏതാണ്? X ആണ് അല്ലെ. അതായത് 0.8x ആണ് എന്ത് ചെയ്യുന്നത്? എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത്. റിമൈനിങ് എന്ന് പറയുന്നത് എക്സിന്ന് 0.8x കുറച്ച് 0.2x ആണ് റിമൈനിങ്. ഇതിനകത്ത് 5% ചാരിറ്റിക്ക് മാറ്റി വെക്കുന്നുണ്ട്, ആണല്ലോ. അപ്പൊ 5% ഓഫ് 0.2x എത്രയാന്ന് നോക്കുക.
അപ്പൊ എമൗണ്ട് ലെഫ്റ്റ് എന്ന് വെച്ചാൽ റിമൈനിങ്ങിൽ നിന്ന് എന്താണ് ചാരിറ്റിക്ക് പോയി കഴിഞ്ഞ ബാക്കിയുള്ള 0.2 ആണ്. അതിൽ നിന്ന് ചാരിറ്റിക്ക് പോയി കഴിഞ്ഞാൽ അതല്ലേ ബാക്കി എന്ന് പറയുന്നത്. അതായത് ഒരാളുടെ സാലറി എന്ന് പറയുന്നത് എക്സ് ആണെന്ന് വിചാരിക്കുക. ലെറ്റ് എ മാൻ സാലറി ബി എക്സ്. സാലറി എക്സ് ആണ്. അതിനകത്ത് 80% സ്പെൻഡ് ചെയ്യുന്നുണ്ട്. 80% സ്പെൻഡ് ചെയ്യാൻ മീൻസ് 80/100 ഇൻറ്റു എക്സ്. ഒരു 0 പോവും. അപ്പൊ എന്ത് വരും? 0.8x അല്ലെ? 0.8x ആണ് ഏതെന്ന് പറയുന്നത് പുള്ളിയുടെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ റിമൈനിങ് എന്ന് പറയുന്നത് മൊത്തത്തിൽ നിന്നും അല്ലെ എക്സിൽ നിന്നും എന്ത് പോവും? 0.8x പോവും. അതായത് 1 - 0.8x ആണ് അല്ലെ? അതായത് 0.2x ആണ് റിമൈനിങ്. ആ റിമൈനിങ് എമൗണ്ടിൽ 5% ചാരിറ്റിക്ക് പോകും. അതായത് ചാരിറ്റിക്ക് അപ്പൊ എന്താ എടുക്കുന്നത്? 5% ആണ് അല്ലെ? ഏതിന്റെ 5% ആണ് ഇവിടെ എടുക്കുന്നത്? 0.2xന്റെ 5%. അപ്പൊ 5 × 2 നമുക്കറിയാം 10 ആണ്. അപ്പൊ ഒരു ഇതാകുമ്പോൾ x/100 എന്ന് വരും അല്ലെ? x/100 എന്ന് പറയുമ്പോൾ 0.01x. ഇതാണ് ചാരിറ്റിക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുന്നത്. അപ്പോ ഈ ചാരിറ്റി റിമൈനിങ്ങിൽ നിന്നും ചാരിറ്റിയും പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് ആണ് എന്ത് പറയുന്നത്? 2850. അതായത് 0.2xൽ നിന്നും 0.01x ആണ് ഏതെന്ന് പറയുന്നത്? 2850 എന്ന് പറയുന്നത്. അപ്പൊ 0.2ൽ നിന്നും 0.01 കുറച്ചാൽ എത്രയായിരിക്കും ഇവിടെ? ഇവിടെ നിന്ന് ബോറോ ചെയ്യാം അല്ലെ? ഇത് 1 ആവും, ഇത് 10 10 - 1 9 ആവും, ഇത് 1 ആവും അല്ലെ? അപ്പൊ 0.19x ആണ് എന്ത് പറയുന്നത്? 2850 എന്ന് പറയുന്നത്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 2850 ഡിവൈഡ് ബൈ 0.19 അല്ലേ? രണ്ട് സൈഡും നമുക്ക് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 2850 ഡിവൈഡ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 19 എന്ന് വരും. അപ്പൊ 19 ഇൻറ്റു എത്രയാണ് ഇതെന്ന് നോക്കാം അല്ലെ? 19 ഇൻറ്റു 5 നമുക്ക് നോക്കാം എത്ര വരും? 45, 4 ബാലൻസ് 95 വരും അല്ലെ? അപ്പോ 19 ഇൻറ്റു 15 ആണ്. അപ്പോ എന്താണ് ഇത് വരും? 15 അപ്പോ എത്ര വരും? 15,000 ആണ് പുള്ളിയുടെ സാലറി എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ. അപ്പൊ ഒരു മാൻ സ്പെൻഡ് ചെയ്യുന്നത് 80% ഓഫ് ഹിസ് സാലറി ആണ്. 5% ബാക്കിയുള്ളതിൽ 5% ചാരിറ്റിക്കാണ്. ആ ചാരിറ്റിയും പൊയ്ക്കഴിഞ്ഞാൽ പുള്ളി എത്ര സേവ് ചെയ്യും? 2850 ആണ് പുള്ളിയുടെ കയ്യിലുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താണ്? അപ്പൊ നമ്മൾ സാലറി എക്സ് എന്ന് പറഞ്ഞ് എടുക്കുന്നു. സ്പെൻഡ് ചെയ്യുന്ന 80% ഓഫ് എക്സ് ആണ്. അതിന്റെ ബാലൻസ് ആണ് ചാരിറ്റി. അത് x - x ആ വാല്യൂ ആണ് ചാരിറ്റി എന്ന് പറയുന്നത്. 0.2x ആണ് ചാരിറ്റി എന്ന് പറയുന്നത്. അതിന്റെ 5% ആണ്. അതായത് 5/100 ഇൻറ്റു 0.2x ആണ്. അതായത് 0.0nx വരും. 0.2xൽ നിന്നും 0.01x സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് എത്ര കിട്ടുന്നത്? ആ പുള്ളിയുടെ എമൗണ്ട് വരുന്നത്. സോ അതിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? സാലറി കണ്ടുപിടിച്ചത്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ഇയേഴ്സ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ₹31,250 ടു എമൗണ്ട് ₹35,152 at 8% interest per annum, interest being compounded half yearly? എത്ര സമയം എടുക്കും? ഹാഫ് ഇയർലി ആയിട്ട് കണ്ടാൽ എത്ര വർഷം എടുക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഹാഫ് ഇയർലിയുടെ ഫോർമുല എന്ന് പറയുന്നത് A = P × 1 + R/100 ആണ്. അതായത് ഇവിടെ ഇപ്പം എത്ര പറയുന്നത്? പ്രിൻസിപ്പൽ എമൗണ്ട് 31,250 ആണ്. എമൗണ്ട് എന്ന് പറയുന്നത് 35,152 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8% ആണെന്ന് പറയുന്നുണ്ട്. ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ 8/2 ദാറ്റ് ഈസ് 4% ആണ് അവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് ഹാഫ് ഇയർലി അല്ലെ? നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 2n ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അപ്പൊ കോമ്പൗണ്ട് ഇന്ററസ്റ്റ് ഫോർമുല ഇതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഫോർമുല വെച്ചിട്ട് ചെയ്യുന്നു. അപ്പൊ ദേ നോക്കിയ കാൽക്കുലേഷൻ ഒക്കെ ഭയങ്കര അത് വെച്ച് ചെയ്തിട്ട് നമുക്ക് n = 1.5 എന്ന് കിട്ടുന്നു. പക്ഷെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് എക്സാമിന് സമയം കിട്ടുമോ? ഇത് കഴിഞ്ഞിട്ട് ഇത് എത്രയാണെന്നൊക്കെ അറിയോ? അപ്പൊ ഇതിന് നമുക്കൊരു ഈസി മെത്തേഡ് എന്താന്ന് വെച്ചാൽ വി ക്യാൻ യൂസ് ദ ഓപ്ഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് നമുക്ക് തന്നിട്ടുള്ള പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 31,250 അല്ലേ? അത് അരവർഷം കൊണ്ട്, അതായത് 6 മാസം കൊണ്ട് ഫസ്റ്റ് ഹാഫ് ഇയറിൽ എത്രയാവും നോക്കാം. അതായത് ഫസ്റ്റ് ഹാഫ് ഇയറിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എന്താണ്? 4% ആണ് അല്ലെ? അപ്പൊ 100 + 4% ആണല്ലോ. അതായത് 1.04 ആണ് നമ്മുടെ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ 1.04 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
അപ്പൊ 32,500. അടുത്ത വീണ്ടും ചെയ്യുക, അപ്പൊ 33,800. അടുത്ത ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടും എത്ര കിട്ടി? 35,152. അപ്പൊ 3 ഹാഫ് ഇയർ എന്ന് പറയുമ്പോൾ എന്താ? ഒരു വർഷവും പിന്നെ അരമാസവും അല്ലെ. ആദ്യത്തെ ഹാഫ് ഇയർ എന്ന് പറഞ്ഞാൽ 6 മാസം, രണ്ടാമത്തെ ഹാഫ് ഇയർ എന്ന് പറഞ്ഞാൽ 6+6 12 മാസം, ഒരു വർഷവും. പിന്നെ വീണ്ടും ഉള്ളതെന്ന് പറയുമ്പോൾ വീണ്ടും അല്ലെ. അപ്പോ നമ്മുടെ ആൻസർ നമുക്ക് ഈ ഫോർമുല ഒന്നും യൂസ് ചെയ്യാതെ ബൈ ഓപ്ഷൻ വി ക്യാൻ ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് 1.5 years is needed for 31,250 to become 35,152 എന്നുള്ള രീതിയിൽ എത്താൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് വൺ, the following bar graph shows the profit of a company in different years. Find the year in which percentage increase of profit over the previous year is the highest. തൊട്ട് മുൻപുള്ള ഇയറിൽ നിന്നും കമ്പയർ ചെയ്യുമ്പോൾ ഇൻക്രീസ് ഓഫ് പ്രോഫിറ്റ് എങ്ങനെയാണ്, ഏതാണ് എന്നാണ്. ഒരു ബാർ ഡയഗ്രാം തന്നിട്ടുണ്ട്. 300, 600, 250, 550, 850, 900, 800 ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട് ബാർ ഗ്രാഫിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ്. അതിനകത്ത് പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെർസെന്റേജ് ഇൻക്രീസ് ഏത് വർഷമാണ് കൂടുതൽ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കൊരു ടേബിൾ ഒന്ന് ഫോം ചെയ്ത് നോക്കിയാലോ. 2010 to 2011 300 ആണ് അല്ലെ, അവിടെ പ്രീവിയസ് ഇയർ ഒന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് അത് നോക്കണ്ട. അടുത്ത ഇയറിലെ പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് എങ്ങനെയാണ്? 600 മൈനസ് 300, അതായത് 300 ആണ് അല്ലെ. അപ്പൊ 300 ബൈ പ്രീവിയസ് ഇയർ 300 അല്ലേ. 300 by 300 into 100 that is equal to 100%. അടുത്ത 250 മൈനസ് 600, അതായത് മൈനസ് 350. -3 ഇൻക്രീസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? പ്രീവിയസ് ഇയർ ആയിട്ട് റിലേറ്റ് ചെയ്താണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ -350 by 600 into 100. അടുത്ത 550 മൈനസ് 250 300 അല്ലെ. 300 by 250 into 100 120%. അടുത്ത 850 മൈനസ് 550 300 by 550 into 100 54.5%. അപ്പൊ ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചപ്പോ നമുക്ക് നോക്കണ്ടേ, ഈ 120%, അതായത് 2013-14 പെർസെന്റേജ് എന്താണ് കൂടി നിൽക്കുന്നത് അല്ലെ, ഇൻക്രീസ് ചെയ്തേക്കുന്നത്. So our answer is 2013 to 14. That means option B is the answer. അപ്പൊ എന്താ? ഇൻക്രീസ് ആണ് പെർസെന്റേജ് കണ്ടുപിടിക്കുക. പെർസെന്റേജ് ഇൻക്രീസ് ഏത് ഇയർ? പ്രീവിയസ് ഇയർ ആയിട്ട് റിലേറ്റ് ആണ്. അപ്പൊ ആദ്യം പ്രീവിയസ് ഇയറിന്റെ ഡിഫറൻസ് നോക്കിയിട്ട് അത് ഡിവൈഡ് ബൈ പ്രീവിയസ് ഇയർ ഇൻറ്റു 100, അതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. Then weights of 5 persons in a group are 68, 71, 74, 77 and 80. A person having a weight of 65 kg joined the group later. Find the difference between the average weights of persons in the old group and the new group. Average weight പഴയതാണെങ്കിൽ എങ്ങനെ ആവറേജ് കണ്ടുപിടിക്കുക? 68 plus 71 plus 74 plus 77 plus 80 ആണല്ലോ. 8 plus 4 12, 13, 13 plus 7 20 അല്ലെ. 2 ബാലൻസ്. അടുത്തത് 7 21, അടുത്ത എന്താ 10 21 31, 31 in 6 വരുമ്പോ 37 വരും അല്ലെ. അപ്പൊ 370 ആണ്. 370 ഡിവൈഡഡ് ബൈ 5 ആണ് ആദ്യത്തത് ആണല്ലോ. കണ്ടോ, ഓൾഡ് ഗ്രൂപ്പിന്റെത് 370 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് 74 kg. അതാണ് ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താ പറയുന്നത്? എ പേഴ്സൺ ഹാവിംഗ് എ വെയിറ്റ് 65 kg ജോയിൻ ദ ഗ്രൂപ്പ് ലേറ്റർ. അത് ഇതിന്റെ കൂടെ, അതായത് ഈ 370 ആയിരുന്നതിന്റെ കൂടെ ആരും കൂടെ ജോയിൻ ചെയ്തു? 65 കൂടെ ജോയിൻ ചെയ്തു. അപ്പൊ അവിടുത്തെ ആവറേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 370യുടെ കൂടെ 65 ജോയിൻ ചെയ്തു, ഡിവൈഡഡ് ബൈ എത്രയായി? 5 എന്നുള്ളത് 6 പേരായല്ലേ. അപ്പൊ എന്ത് വന്നു നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? 435 kg ഡിവൈഡ് ബൈ 6 ദാറ്റ് ഈസ് 72.5 kg ആണല്ലോ. അപ്പൊ എന്ത് കിട്ടി? ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആവറേജ് ഓഫ് ദി ഓൾഡ് ഗ്രൂപ്പ് ആൻഡ് ന്യൂ ഗ്രൂപ്പ് ആണ്. അപ്പൊ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1.5 kg ആണ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി 1.5 kg. അപ്പൊ വേറൊന്നുമില്ല, ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അപ്പൊ ആദ്യം 5 പേരെ ആഡ് ചെയ്തിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പിന്നെ ഒരാളും കൂടെ അതിന്റെ കൂടെ ജോയിൻ ചെയ്തു എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ അടുത്ത ആളെയും കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ എത്ര ഉണ്ടോ അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി ഫ്രം എ പോയിന്റ് പി, the length of the tangent to the circle is 15 centimeter and the distance of P from the center is 17 centimeter. What is the radius of the circle? അപ്പൊ എന്താ? ഫ്രം എ പോയിന്റ് പി, പി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും ലെങ്ത് ഓഫ് ദി ടാൻജന്റ്, അതായത് ഇതാണ് ഒരു സർക്കിൾ.
ഇതാണ് സർക്കിളിന്റെ സെന്റർ. ഈ സെന്ററിൽ നിന്നും ഒരു പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഈ പോയിന്റിൽ നിന്നും ടാൻജന്റിന്റെ ലെങ്ത്, ഇതാണ് ടാൻജന്റ്. സർക്കിളിൽ ഒരു പോയിന്റിൽ കൂടെ ടച്ച് ചെയ്ത് പോകുന്ന ടാൻജന്റ് അല്ലെ. ലെങ്ത് ഓഫ് ദി ടാൻജന്റ് ടു ദ സർക്കിൾ ഈസ് 15 സെന്റിമീറ്റർ ആണ്. എന്നിട്ട് ഇത് സെന്റർ O എന്ന് കൊടുക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് പി ഫ്രം ദ സെന്റർ, ഇതിൽ നിന്ന് സെന്ററിന്റെ ഡിസ്റ്റൻസ് വരുന്നത് 17 ആണ്. എങ്കിൽ വാട്ട് ഈസ് ദ റേഡിയസ്? ഞാൻ ഇത് ജോയിൻ ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന OA ഇതാണ് റേഡിയസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു എന്താണ് സർക്കിളിന്റെ റേഡിയസും ടാൻജന്റും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ആയിരിക്കും. ദാറ്റ് മീൻസ് അത് 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രയാങ്കിൾ OAP എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള OP എന്ന് പറയുന്ന ഹൈപ്പോട്ന്യൂസ് ആണ്. അതായത് ഇവിടെ ഹൈപ്പോട്ന്യൂസ് 7 ആണ്. ഹൈറ്റ് ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? ഓൾട്ടിറ്റ്യൂഡ് ആണ് നമുക്ക് തന്നിട്ടുള്ള 15. റേഡിയസ് ആണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാലോ. എന്താ പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്? hypotenuse square is equal to base square plus altitude square. Base square plus altitude square. Hypotenuse square എന്ന് പറഞ്ഞാൽ 17 square is equal to r square plus 15 square. അല്ലെ, 289 minus 225 is equal to r square. അപ്പൊ എത്ര വരും? 464 equal to r square. That is r is equal to 8. അപ്പൊ പൈതഗോറസ് തിയറം വെച്ച് നമുക്ക് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. r ന്റെ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. സോ റേഡിയസ് ഓഫ് ദി സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? 8 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് ടാൻജന്റും സർക്കിളിന്റെ റേഡിയസും തമ്മിൽ മീറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അപ്പൊ ഫോം ചെയ്ത ട്രയാങ്കിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അതപ്പോ എന്താണ്? നമുക്ക് പൈതഗോറസ് തിയറം വെച്ച് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ ആണല്ലോ. Then find the area of the triangle with the lengths of the sides as 90 cm, 54 cm and 72 cm. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ 3 സൈഡും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ് ഹെറോൺസ് ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോർമുല എന്താണ്? ഹെറോൺസ് ഫോർമുല. ഹെറോൺസ് ഫോർമുല എന്ന് പറയുന്നത് ഏരിയ ഈസ് ഈക്വൽ ടു root of s into s minus a into s minus b into s minus c, where s is equal to a plus b plus c divided by 2. ഇതാണ് ഫോർമുല. അതായത് a plus b plus c എന്ന് പറയുമ്പോൾ 90 plus 54 plus 72 divided by 2 ആണ്. അപ്പൊ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 90, 54, 72 അല്ലെ. 6, 14 plus 7, 21 അല്ലെ. 216 divided by 2, അതായത് എന്ത് വരും? 108 വരും. അപ്പൊ s എന്ന് പറയുന്ന 108. അപ്പൊ റൂട്ട് ഓഫ് 108 into 108 minus a, 108 minus 90 എത്രയാ? 108 minus 90, 18 അല്ലെ. 18. അടുത്ത 108 minus എത്രയാ? 54. 108 minus 54 എന്ന് പറഞ്ഞാൽ എത്ര തന്നെ? 54. അടുത്ത 108 minus 72. 108 minus 72 എന്ന് പറയുന്നത് എത്രയാ? 36 ആണല്ലോ. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 108നെ ഫാക്ടറൈസ് ചെയ്യും. ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യും. 2 times അപ്പൊ എന്തോരും? 54. അടുത്ത വീണ്ടും 2 times എന്തോരും? 2 2s are 4, 27. 3 times 9 3s are 27. 3 3s are 9 അല്ലെ. അപ്പൊ അവിടെ എങ്ങനെ എഴുതാം 108നെ? 2 square into 3 cube. ഇനി 18നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 2, 9 2s are 18, 3 3 അല്ലെ. അപ്പൊ 2 into 3 square. അടുത്ത 54നെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. 2 into 3 cube, കാരണം ഓൾറെഡി നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ. ഇനി 36നെ ഫാക്ടറൈസ് ചെയ്യുമ്പോഴോ 2, 18 into 2 36, 2 9 2s are 18, 3 into 3 അതായത് 2 square into 3 square. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നോക്കാം. എത്ര 2ന്റെ ഉണ്ട്? 2ന്റെ 2 1 അല്ല 2 1 3 4 5 6, 2 raised to 6 വന്നല്ലേ. ഇനി 3യുടെ എത്ര വന്നു? 3 ക്യൂബിൻ്റെത് 3 2 5 3 8 2 10. അപ്പൊ
2⁻6 into 3⁻10 the whole raised to 1/2 നമുക്ക് എഴുതിക്കൂടെ? അതായത് 2³ into 3⁵5 അല്ലെ? ഇതിന്റെ വാല്യൂ എന്താ? 2³ വാല്യൂ എന്ന് പറയുന്നത് 8, 3⁵ വാല്യൂ എന്താ? 3, 3 3s are 9, 9 3s are 27, 27 into 3 81, 81 into 3 എന്ന് പറയുന്നത് എത്രയാണ്? 243. അപ്പൊ 243 into 8ന്റെ വാല്യൂ എത്രയാണെന്ന് നോക്കുക. 243 into 8 എന്ന് പറയുമ്പോൾ എന്താ? 8 3s are 24, 2 balance, 8 4s are 32, 33 34, 3 balance, 8 2s are 16 plus 3 19. അപ്പൊ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താ? ഓപ്ഷൻ സി 1944. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 3 സൈഡ്സും തന്നിരുന്നാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്യാം. root of s into s minus a into s minus b into s minus c. Okay, where s is equal to a plus b plus c by 2. കണ്ടോ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Next question. A cap is in the form of a right circular cone having its base radius 8 cm. ഒരു ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? കോണിന്റെ ആകൃതിയിലാണ്. ഇതാണ് കോൺ അല്ലെ? ഇതാണ് കോൺ ആണല്ലോ. ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 8 സെന്റിമീറ്ററും ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? 15 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ഏരിയ ഓഫ് ദി ഷീറ്റ് റിക്വയർഡ് ടു മേക്ക് സച്ച് എ ക്യാപ്പ്. ഒരു ക്യാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ക്യാപ്പ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഈ അടിഭാഗം ഉണ്ടാക്കണോ? വേണ്ട, ഈ മോൾ ഭാഗം മാത്രം ഉണ്ടാക്കിയാൽ മതി അല്ലെ? അതായത് ആ കർവ് ചെയ്തിരിക്കുന്ന ഭാഗം മാത്രം മതി. അത് നമുക്ക് അപ്പൊ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഏരിയ ഓഫ് ദി ഷീറ്റ് റിക്വയർഡ് ടു മേക്ക് സച്ച് എ ക്യാപ്പ് ഈസ് ഈക്വൽ ടു കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ കോൺ. എന്താണ്? കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയക്ക് ഈക്വൽ ആണ്. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ കോൺ കൺട്രി ഫോർമുല എന്താ? πRL ആണ് ഫോർമുല. R റേഡിയസ് ആണ്, L സ്ലാൻഡ് ഹൈറ്റ് ആണ്. L എന്താണ്? സ്ലാൻഡ് ഹൈറ്റ് ആണ് അല്ലെ? അപ്പൊ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചരിഞ്ഞിരിക്കുന്ന ഹൈറ്റ് ആണ്. അതാണ് സ്ലാൻഡ് ഹൈറ്റ് അല്ലെ? അപ്പൊ ഇത് വേണം. ഇതെങ്ങനെ കണ്ടുപിടിക്കും? നേരത്തെ പറഞ്ഞ അതേ കാര്യം നമുക്ക് വയ്ക്കാം. എന്താണ്? 15 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. L സ്ക്വയർ ഈസ് ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് H സ്ക്വയർ. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം അല്ലെ? കാരണം 90 ഡിഗ്രി ആണ്, അത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? അപ്പൊ L സ്ക്വയർ ഈസ് ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് H സ്ക്വയർ. അതായത് എന്ത് വരും? 225 പ്ലസ് 64, അതായത് 289. L സ്ക്വയർ അല്ലേ? അപ്പൊ L എന്ന് പറഞ്ഞാൽ എത്ര വരും? 17 എന്ന് വരും അല്ലെ? അപ്പൊ പൈ ഇൻറ്റു ആറിന്റെ വാല്യൂ എത്ര? 8 അല്ലേ? 8 into 17. അപ്പൊ 17 into 8 എത്രയാ? 8 7s are 56. 5 balance അല്ലെ? 188, 9 10 11 12 13. So our answer is 136 pi. അപ്പൊ ആൻസർ ഏതാ? ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. എന്താണ്? The area of the sheet required to make the cap is equal to curved surface area of the cone. കാരണം എന്താണ്? ക്യാപ്പിന്റെ ബേസ് ഓപ്പൺ ആണ്. അപ്പം നമുക്ക് ആ താഴത്തെ ഭാഗം വേണ്ട, മുകളിൽ ആ കർവ് ചെയ്തിരിക്കുന്ന ഭാഗം മാത്രം മതി അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ ഫോർമുല എന്ന് പറഞ്ഞാൽ πRL ആണ്. So we need to find the value of L by applying the formula L square is equal to R square plus H square. അത് കഴിഞ്ഞിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ? Then next question. A man of 1.6 meter height sees the top of a tree at an angle of elevation of 60 degree. ഒരു മാൻ, ആ മാന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.6 മീറ്റർ ആണ്. ഇതാണ് ആള്, ഇതാണ് 1.6 മീറ്റർ. മാൻ ഹൈറ്റ് സീസ് ദ ടോപ്പ് ഓഫ് എ ട്രീ. ഒരു ട്രീയുടെ മുകൾ, ഇതാണ് ട്രീ എന്ന് വിചാരിക്കാം. ഈ ട്രീയുടെ മുകൾ ഭാഗം കാണുവാണ്. അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ. അപ്പൊ അയാൾ സാധാരണ ഇങ്ങനെയാണ് നോക്കുന്നത്. ഇപ്പൊ അയാൾ ആംഗിൾ ഓഫ് എലിവേഷന്റെ മുകളിലോട്ട് ഉയർന്ന് നോക്കണം അല്ലെ? അതായത് ഇതെന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രി ആണ്. ഇതാണ് താഴ്ഭാഗം, നമ്മുടെ തറ ആണല്ലോ. തറയിൽ അയാൾ നിൽക്കുന്നു, തറയിൽ നിന്ന് മരം പോകുന്നു അല്ലെ? ഇതാണ് നമ്മുടെ ഇത്. നമ്മളോട് പറയുന്നത് ഇഫ് ദ മാൻ സ്റ്റാൻഡ്സ് 10 മീറ്റർ അവേ ഫ്രം ദ ഫുട്ട് ഓഫ് ദി ട്രീ. ട്രീയിൽ നിന്നും 10 മീറ്റർ അകലെയാണ് നിൽക്കുന്നതെങ്കിൽ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ട്രീ? ഇതെന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത് ആണല്ലോ. അപ്പോ നമുക്ക് ഇവിടെ ഒരു വാല്യൂ എടുക്കാം. A B C D E. ഈ AB 10 സെന്റിമീറ്റർ ആകുമ്പോൾ ഇതും 10 സെന്റിമീറ്റർ അല്ലേടെ? ആണോ? ആണ്. അപ്പോ നമുക്ക് ഇത് മുതൽ ഇതുവരെ നമുക്ക് H എന്ന് പറഞ്ഞെടുക്കാം. ഏതാ? DE ഹൈറ്റ് H എന്ന് പറഞ്ഞെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? ഏതാ? ട്രയാംഗിൾ DCE എന്ന് പറയുന്നത്, CDE എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? tan 60 is equal to opposite side by h by എന്താണ് ഇത് അല്ലെ? നമ്മുടെ ടാന്റെ വാല്യൂ എന്താ? tan theta is equal to opposite side by adjacent side ആണ് അല്ലെ? അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്?
ഡി ആണ്. സോ ഡി ബൈ സി ഡി ആണ്. ഡിയുടെ വാല്യൂ എച്ച് എന്ന് പറഞ്ഞെടുത്തു, സി ഡി 10 ആണ്. എന്താ ടാൻ 60യുടെ വാല്യൂ? ടാൻ 60യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ √3 ആണ് അല്ലെ. √3 is equal to h by 10 ആണ്. അപ്പൊ ഇവിടെ നിന്നും h is equal to 10 into √3. √3യുടെ വാല്യൂ ഇവിടെ എന്ത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? സോറി, √3 ആണ്. √3യുടെ വാല്യൂ ഇവിടെ എന്ത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? 1.73 എടുക്കാൻ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? 17.3 ആണ് എന്തെന്ന് പറയുന്നത്, ആ അയാളുടെ കണ്ണ് മുതൽ ആ മരത്തിന്റെ മുകൾ വരെ ഉള്ളത്. പക്ഷെ ആ ഹൈറ്റ് ഓഫ് ദി ട്രീ എന്ന് പറഞ്ഞാൽ ബാക്കി ഡി ബി കൂടെ ഉണ്ടാവുമല്ലോ. ഹൈറ്റ് ഓഫ് ദി ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഡി പ്ലസ് ഡി ആണ് അല്ലെ. അപ്പൊ ബി ഡി എന്ന് പറഞ്ഞാൽ ആ പുള്ളിയുടെ അതേ ഹൈറ്റ് ആണ്. അതായത് 1.6 പ്ലസ് 17.3. അപ്പൊ 1.6ഉം 17.3യും കൂടെ ആഡ് ചെയ്യുമ്പോ എന്ത് വരുവാടാ? 18.9 വരും അല്ലെ. അപ്പൊ അവിടുത്തെ ആൻസർ എന്താ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 18.9 ആണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോ എന്താണ്, നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത, എ പോയിന്റ് എക്സ് വൈ ഇക്വിഡിസ്റ്റന്റ് ഫ്രം 1, 4 ആൻഡ് -2, -5 സാറ്റിസ്ഫൈസ് ദ റിലേഷൻ. അതായത് ഒരു പോയിന്റ് എക്സ് വൈ അതെന്ന് പറയുന്നത് 1, 4 എന്ന് പറയുന്ന പോയിന്റും -2, 5 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരേ ഡിസ്റ്റൻസ് അകലമാണ്. അതായത് ഇപ്പൊ ഇതാണ് പോയിന്റ് എക്സ് വൈ എന്ന് വിചാരിക്കാം. ഇതാണ് 1, 4 എന്ന് പറയുന്ന പോയിന്റ്. ഇതെന്ന് പറയുന്നത് -2, -5 എന്ന് പറയുന്ന പോയിന്റ്. ഈ പോയിന്റ് പി എന്ന് പറഞ്ഞ് എടുക്കുക. ഈ പോയിന്റ് ഞാൻ എയും ബി എന്നും പറഞ്ഞ് എടുക്കുക. അതായത് പി എയും പി ബിയും ഒരേ ഡിസ്റ്റൻസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? പി എയും പി ബി ഒരേ ഡിസ്റ്റൻസ് ആണ് എങ്കിൽ ഇവ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിലേഷൻ കണ്ടുപിടിക്കാനാ പറയുന്നത്. നമുക്കറിയാം പി എ ഈക്വൽ ടു പി ബി എന്ന് പറഞ്ഞാൽ പി എ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് എ. ഡിസ്റ്റൻസ് ഫോർമുല എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് x1 y1 ആൻഡ് x2 y2 is. 2 പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് x1 y1 ഉം മറ്റൊന്ന് x2 y2 ഉം ആണെങ്കിൽ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താ? √x2 - x1 the whole square plus y2 - y1 the whole square. x കോർഡിനേറ്റ് സബ്ട്രാക്ട് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. y കോർഡിനേറ്റ് സബ്ട്രാക്ട് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. ആണല്ലോ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. അപ്പോ √p എന്ന് പറഞ്ഞാൽ എന്താണ്? x2 - x1 the whole square. ഇതാണ് p അല്ലെ. x2 അതായത് 1 - x എന്നോ x - 1 എന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. പ്ലസ് അടുത്ത എന്താ? y - 4 the whole square is equal to pb എന്ന് പറഞ്ഞാൽ ഇതുപോലെ അല്ലെ. x - -2 അതായത് x plus 2 the whole square plus y - -5 അതായത് y plus 5 the whole square. കാരണം സ്ക്വയർ ആയതുകൊണ്ട് x1 - x2 എന്നെടുത്താലും x2 - x1 എന്നെടുത്താലും കുഴപ്പമൊന്നുമില്ല. x1 - x2 the whole square plus y1 - y2 the whole square എന്നെടുക്കാം. x2 - x1 the whole square plus y2 - y1 the whole square എന്നെടുക്കാം. രണ്ട് സൈഡ് റൂട്ട് ഉണ്ട്. അപ്പൊ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്താൽ ആ റൂട്ട് രണ്ടും അങ്ങ് പോകും. ബാക്കി എന്ത് വരും? x - 1 the whole square plus y - 4 the whole square equal to x plus 2 the whole square plus y plus 5 the whole square എന്ന് വരും. ഇനി ഇതിനെ a minus b the whole square വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ x square minus 2x plus 1 plus y square minus 2 into 4 8y plus 4 square 16 is equal to x square plus 2 into 2 4x plus 4 plus y square plus 5 into 2 10y plus 25 എന്ന് വരും. രണ്ട് സൈഡും രണ്ട് സൈഡിൽ നിന്നും കോമൺ ആയിട്ടുള്ളതിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അപ്പോ രണ്ട് സൈഡിലും കോമൺ ആയിട്ട് ആരൊക്കെ ഉണ്ട്? ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, രണ്ട് സൈഡും ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാം. വൈ സ്ക്വയർ ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാം. ഇനി ഇവിടെ ഒരു -2x ഉണ്ട്. ഇപ്പുറത്തെ ഇവിടെ ബാക്കി എന്തുണ്ട്? +1 ഉണ്ട്, -8y ഉണ്ട്, +16 ഉണ്ട്. ഇവിടെ ആണെങ്കിലോ 4x ഉണ്ട്, 4 ഉണ്ട്, 10y ഉണ്ട്, 25 ഉണ്ട്. ഇതെല്ലാം ഒരു സൈഡ് കൊണ്ടുവരാം അല്ലെ. അപ്പൊ -2x +1 + 16 ഞാൻ 17 ആക്കുന്നു. -8y -4x 25 ഉം 4 കൂടെ 29 ആക്കുന്നു. -10y = 0. -2x -4x -6x -8y -10y -18y 17 - 29 എത്ര വരും? 29 - 17 എന്ന് പറയുമ്പോ 12 വരും അല്ലെ. അപ്പൊ -12 = 0. ഓക്കെ, എല്ലാത്തിൽ നിന്നും ഒരു -6 ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ. അപ്പൊ x + 3y
പ്ലസ് ടു ഈക്വൽ ടു 0. അപ്പൊ ഇവ തമ്മിലുള്ള റിലേഷൻ എന്താ? എക്സ് പ്ലസ് 3y പ്ലസ് 2 ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പൊ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എന്താണ്? ഡിസ്റ്റൻസ് ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ ആണോ? Then next question. In a group of 50 students, 30 students play badminton or tennis, but not both. 10 students do not play either badminton or tennis. Number of students playing badminton is same as the number of students playing tennis. What is the number of students playing badminton? ഇപ്പൊ മൊത്തം 50 കുട്ടികളുണ്ട്. 32 പേര് ബാഡ്മിന്റണോ ടെന്നീസോ കളിക്കും. പക്ഷെ രണ്ടും കളിക്കില്ല. അതായത് ബാഡ്മിന്റൺ കളിക്കുന്നവരും ടെന്നീസ് കളിക്കുന്നവരും രണ്ടും കൂടി ഒരുമിച്ച് കളിക്കുന്നവരല്ല. ബാഡ്മിന്റണോ ടെന്നീസോ കളിക്കുന്ന 32 പേരുണ്ട്. 10 students do not play either badminton or tennis. അല്ലെ? അപ്പൊ ഈ 50 10 സ്റ്റുഡൻസിനെ നമുക്കൊന്ന് കുറയ്ക്കാം. അപ്പൊ എന്താ? 40 സ്റ്റുഡൻസ് ആണ് ഏതെന്ന് പറയുന്നത് ടോട്ടൽ എന്ന് പറയുന്നത് അല്ലെ? എൻ ഓഫ് എ യൂണിയൻ ബി. നമുക്കറിയാം എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നതാണ് എന്ത് പറയുന്നത്? 40 എന്ന് പറയുന്നത് ആണല്ലോ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്ലേയിങ് ബാഡ്മിന്റൺ ഈ സെയിം ആസ് നമ്പർ, അതായത് എയും ബിയും സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 into n of a minus n of a intersection b is equal to 40 എന്ന് എഴുതാം. എഴുതിക്കൂടെ? കാരണം നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്ലേയിങ് ബാഡ്മിന്റണും ടെന്നീസും സെയിം ആണെന്ന് പറയുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്ലേയിങ് ബാഡ്മിന്റൺ എന്നാണ്. അപ്പോ ഞാൻ എന്ത് എടുക്കുന്നു വെച്ചാൽ മൊത്തം കുട്ടികൾ 50 എടുക്കുന്നു. ടെന്നീസ് അല്ലെങ്കിൽ ബാഡ്മിന്റൺ കളിക്കുന്ന 32 പേരുണ്ട്, പക്ഷെ 12 അല്ല. അപ്പോ എന്താണ്? ഡു നോട്ട് പ്ലേ ഐദർ 10 ആണ്. 10 പ്ലേയിങ് ബാഡ്മിന്റൺ ഈക്വൽ ടു ടെന്നീസ് ആണ്. അത് രണ്ടും സെയിം ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ആണല്ലോ. അതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? രണ്ടും എടുക്കുന്നവർ എക്സ് എന്ന് പറഞ്ഞ് എടുക്കുന്നു. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എൻ ഓഫ് ബി നേരത്തെ കൺഫ്യൂസ്ഡ് ആവുന്നുള്ളതുകൊണ്ടാണ് എയും ബിയും ആയിട്ട് അങ്ങ് എടുക്കുന്നു. ഇനി നമ്മളോട് പറയുന്നുണ്ട് എ ഈക്വൽ ടു ബി ആണെന്ന് പറയുന്നുണ്ട്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു 10 പേരെ നമുക്ക് കളയാം അല്ലെ? അപ്പൊ മൊത്തം കുട്ടികൾ 40 ആണ്. എൻ ഓഫ് എ യൂണിയൻ ബി 40 ആണ്. നമുക്കറിയാം എൻ ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കുന്ന ഫോർമുല എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഞാൻ നേരത്തെ പറഞ്ഞു എൻ ഓഫ് എ എൻ ഓഫ് ബി എന്ന് എഴുതുന്ന കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് എയും ബി ആക്കിയത്. 40 ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് എക്സ് ആണ്. എയും ബിയും ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. സോ 2a മൈനസ്, അതായത് ഇവിടെ എ പ്ലസ് എ മൈനസ് എക്സ് എന്ന് വരുന്നു. 2a മൈനസ് എക്സ് എന്ന് പറയുന്നു. ഇവിടെ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു? ഈ എക്സ് ഈക്വൽ ടു 2a മൈനസ് 40 ഒരു ഇക്വേഷൻ ആയിട്ട് എടുക്കുന്നു. ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ബാഡ്മിന്റണും ടെന്നീസും കളിക്കുന്ന 32 പേരുണ്ടെന്ന് പറയുന്നത്. രണ്ടും കൂടെ അല്ല. അതായത് എ മൈനസ് എക്സ് രണ്ടും ഇല്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യുന്നു. എ മൈനസ് എക്സ് പ്ലസ് ബി മൈനസ് എക്സ് 32 ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എ മൈനസ് എക്സ് പ്ലസ് ബി മൈനസ് എക്സ് എന്ന് പറയുമ്പോ എ ബിയും സെയിം ആണ് അല്ലെ? അതാണ് 32 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ബിക്ക് പകരം എ കൊടുത്താൽ എ പ്ലസ് എ എന്ന് പറയുന്നത് എന്ത് വരും? 2a എന്ന് വരൂലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2a minus 2x equal to 32 എന്ന് വരും. അതിൽ നിന്ന് 2 കോമൺ ആയിട്ട് എടുത്താൽ a minus x equal to 32 എന്ന് വരും അല്ലെ? അതായത് 16 എന്ന് വരും അല്ലെ? അപ്പൊ x ഈക്വൽ ടു എന്ത് വരും? a മൈനസ് 16. ഇവിടെ നേരത്തെ നമുക്ക് എന്ത് കിട്ടി? x ഈക്വൽ ടു 2a മൈനസ് 40 കിട്ടി. ഇപ്പൊ x ഈക്വൽ ടു a മൈനസ് 16 കിട്ടി അല്ലെ? അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തൂടെ? 2a മൈനസ് 40 is equal to a മൈനസ് 16. അപ്പൊ എന്താ? ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ a ഈക്വൽ ടു 24 എന്ന് വരും. അതായത് ബാഡ്മിന്റൺ മാത്രം കളിക്കുന്നവർ എത്ര പേരാണ്? 24 ആണ്. ഇതാണ് പറയുന്നത്. അപ്പോ ഇത് ദാറ്റ് മീൻസ് അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോ കുറച്ച് ലോജിക്കലി തിങ്ക് ചെയ്ത് നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റും. അപ്പോ ഇതോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തീർന്നിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഓൾ. വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.